എവ്രിവൺ. സാധാരണ എന്നെ ഒരു 7:30-8 ആകുമ്പോൾ സൂര്യമൂട്ടി വന്ന് തട്ടി എഴുന്നേൽപ്പിക്കാറാണ് പതിവ്. എന്നാൽ ഇന്ന് ആ ദിവ്യാനുഭൂതിക്ക് സാക്ഷ്യം വഹിക്കാൻ നിൽക്കാതെ എൻ്റെ ഫോൺ എന്നെ വിളിച്ചുണർത്തി ഓർമ്മപ്പെടുത്തി ഇന്നാണ് വിസ റിന്യൂവലിന് പോകേണ്ടതെന്ന്. സ്നൂസിലിടാൻ തോന്നിയെങ്കിലും ഞാൻ ചെയ്തില്ല. കാരണം ഉറങ്ങിപ്പോയാൽ മുഖത്ത് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാൻ അമ്മയും ഇവിടെ ഇല്ല, ലേറ്റായ കൊണ്ടുവിടാൻ അച്ഛനും ഇല്ല. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാം ഷടപടേന്നായിരുന്നു. പല്ല് തേച്ച് കുളിക്കാതെ ഒരുങ്ങി പൊട്ടും തൊട്ട് ഞാൻ ഇറങ്ങി. ഇവിടെ ജർമ്മനിയിൽ ഞാനൊരു ഫോറിനർ ആണെന്ന് എനിക്കറിയാമെങ്കിലും ആ ഒരു റിയലൈസേഷൻ എനിക്ക് ഹിറ്റ് ചെയ്തത് ഇന്ന് ഫോറിനേഴ്സ് ഓഫീസിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയപ്പോഴാണ്. യു നോ വാട്ട്, ഹിയർ ഇൻ ജർമ്മനി എവറി സ്റ്റെപ്പ് നീഡ്സ് എ ലോട്ട് ഓഫ് പേപ്പർ വർക്ക്, എ ലോട്ട് ഓഫ് ഡോക്യുമെൻറ്റ്സ്. നാട്ടിൽ അക്ഷയ സെൻറ്ററിലെ ചേച്ചിമാർ മുന്നാധാരം പിന്നാധാരം സൈഡാധാരം എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഇവിടെയും വേണം കുറേ ഡോക്യുമെൻറ്റ്സ്. ആൻഡ് ഈവൻ ഇഫ് യു ഹാവ് എവറി ഡോക്യുമെൻറ്റ്, you will be still nervous because one small missing paper can send you back for another appointment, maybe a couple of weeks later. നാട്ടിലെല്ലാം ഓൺലൈനായി ചെയ്ത് ശീലിച്ചുകൊണ്ട് നമുക്കിതൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. ബട്ട് ഡോണ്ട് വറി, ശീലാകുമ്പോൾ ശരിയായിക്കോളും. അങ്ങനെ രാവിലത്തെ തിരക്ക് പിടിച്ച ഓട്ടപ്പാച്ചിലും അപ്പോയിൻമെൻറ്റും ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് സമാധാനമായത്. Then I stumbled upon this adorable fountain. This is not just a fountain, there's a cute story behind this. 1950s എന്നും രാവിലെയും വൈകിട്ടും ഒരേ സമയത്ത് ഒരു കൂട്ടം ഗൂസുകൾ ഈ സ്ട്രീറ്റിലൂടെ ക്രോസ് ചെയ്തു പോകുമായിരുന്നു. മോർണിംഗ് ടു പാസ്റ്റർ ആൻഡ് ഈവനിംഗ് ബാക്ക് ടു ദ ബാൻ. ആളുകൾക്ക് അതൊരു കൗതുകമുള്ള കാഴ്ചയായിരുന്നു. സോ പീപ്പിൾ സ്റ്റാർട്ടഡ് കോളിംഗ് ദം കിർഷൈനർ വാസർ ഗാൻസർ, മീൻസ് കിർഷൈനിൻ്റെ വാട്ടർ ഗീസുകൾ. ടു ഓണർ ദാറ്റ് ട്രഡീഷൻ, ആൽഫ് ബേക്കർ എന്ന ആർട്ടിസ്റ്റ് 1981 ഈ ഫൗണ്ടൻ ഇവിടെ സ്ഥാപിച്ചത്. Have you noticed something? This town has a chill vibe. You've got small bakeries, quiet little cafes and everyone minding their own business. My kind of place. When I pass this flower shop, I've noticed something interesting. പച്ചമുളകിൻ്റെ ജർമ്മനിയിലുള്ള കസിൻ ആണെന്ന് തോന്നുന്നു. ബട്ട് ഇതൊരു പച്ചക്കറിയല്ല, ഒരു ഡെക്കറേഷൻ പ്ലാന്റ് ആണ്. ആൻഡ് ലുക്ക് അറ്റ് ദിസ്. കണ്ട പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുമെങ്കിലും ഇതൊന്നും തന്നെ പ്ലാസ്റ്റിക് അല്ല, എല്ലാം റിയൽ ഫ്ലവേഴ്സ് ആണ്. വാങ്ങാനല്ലെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കണ്ട ആരാ ഒന്ന് ഞെക്കി നോക്കാത്തെ? And here the ultimate ladies corner. Unfortunately, it's not my cup of tea. ഇന്ത്യക്കാരെ ഫേസ് ചെയ്യുന്ന കുടിവെള്ള ക്ഷാമം ഇവിടെ ജർമ്മനിയിൽ ഇല്ലാത്തതിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ സൂപ്പർ മാർക്കറ്റുകളാണ്. കുടിവെള്ളക്ഷാമ നിർമ്മാർജ്ജനം 100% നടപ്പിലാക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത. കൗണ്ടർ തുറക്കുന്നത് നോക്കി ക്യൂ നിൽക്കണ്ട, തിക്കണ്ട, തിരക്കണ്ട, ടിക്കറ്റ് എടുക്കണ്ട, 18 വയസ്സാക്കാൻ കാത്തിരിക്കുകയും വേണ്ട, 16 മതി. ഹബീബി, കം ടു ജർമ്മനി. അങ്ങനെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ചില അവശ്യ സാധനങ്ങൾ മാത്രം ഞാൻ വാങ്ങിച്ചു. നാട്ടിലെ പോലെ കണ്ണി കാണുന്നതൊക്കെ വാരിക്കൂട്ടി കൊട്ടയിലിട്ട കാശ് കൊടുക്കാൻ അച്ഛനും ഇവിടെ ഇല്ല, വെച്ചുണ്ടാക്കി തരാൻ അമ്മ ഇവിടെ ഇല്ല. സോ എല്ലാ വീക്കും എന്തുണ്ടാക്കണമെന്ന് കറക്റ്റായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ പൈസയും സേവ് ചെയ്യാം, സമയം സേവ് ചെയ്യാം. യെസ്, ലിവിങ് abroad is beautiful, but it's not easy. As an international student, we all struggle. We juggle a lot of things: studies, completing assignments, projects before deadline, part-time jobs, cooking without burning kitchen, without fire alarms, shopping within our budget, cleaning, homesickness, loneliness, many more emotions. We manage every small thing alone. And in the middle of all that, we forget to breathe, and slowly, without even realizing it, we begin to run on empty. Tired but still moving, smiling but slowly fading. There's no one to say, I'll take care of it today. And you know what? That's when we need to pause. We need to remind ourselves that it's okay to stop for a bit. Not because we are lazy, but because we are human. നമുക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തില്ലെങ്കിൽ വേറെ ആര് കണ്ടെത്താനാ? So today I decided to take a break. Not because I had time, but because I need it. Honestly, after a hectic appointment like that, this slow pace is exactly what I need. Sometimes in the rush to meet everything, deadlines, responsibilities, expectations,
we forget the one person who holds it all together, ourselves. For me, when life feels too heavy, my first choice is always my family. That one phone call, it feels like magic. But when they are not around, there's one other place that always heals me. It's nature. So today, I gave myself that time to be quiet, to be present, to just breathe. And to you watching this, I know you are doing your best. I know you are tired too. Please take some time for yourself. Go on a walk, sit with the sky. Not to escape life, but to return to it with more strength. അങ്ങനെ തിരക്ക് പിടിച്ച ലൈഫിൽ എനിക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത ശേഷം ഞാൻ എൻ്റെ യാത്ര തുടർന്നു. വഴി വെച്ച് മുടിയൊക്കെ പിന്നിയിട്ട് ഇവരെ കണ്ടു. എനിക്കത്ര പരിചിതമല്ലാത്ത എന്നാൽ ലേശം കൗതുകമുളവാക്കുന്ന ഒരു മുഖാവരണം കണ്ട് അതെന്താണെന്ന് കൂലങ്കശമായി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ എവിടോ ഒരു പന്തികേട് പോലെ. എന്താടാ നോക്കുന്നേ? ഏയ്, തോന്നിയതാവും. എന്നാലും അതല്ലല്ലോ, ഇത് ഞാൻ എവിടോ. ഏയ്, ഒരിക്കലും അതൊന്നും ആയിരിക്കില്ല. അങ്ങനെ ഞാൻ കാട് കയറി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ ഓണർ വന്ന് പറഞ്ഞു, മോളെ, ഇത് നീ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല. ദിസ് ഇസ് എ മെറ്റാലിക് മാസ്ക് ദാറ്റ് പ്രൊട്ടക്ട്സ് ദെയർ ഐസ്. ഈ കുതിരകൾ സവാരിക്കൊക്കെ പോകുന്നതാ. അപ്പോൾ കണ്ണിലൊന്നും പോകാതെ കണ്ണിനൊന്നും പറ്റാതെ കമ്പും കൊല്ലും കൊള്ളാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ പ്രസ്തുത വസ്തു. നമ്മുടെ ഹെൽമെറ്റിന്റെയൊക്കെ വൈസർ പോലെ. എന്നാലും നീ എന്നെ തെറ്റിദ്ധരിച്ചല്ലോടിയേ എന്നും പറഞ്ഞ് കുതിര കുണ്ഠിതപ്പെട്ട് എന്നോട് പിന്തിരിഞ്ഞു നിന്നപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. ഹായ്, അഴകാന കൂന്തൽ. കുന്തമോ? കുന്തമല്ലടി, കൂന്തൽ, തലമുടി. കാടുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം. പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ഓ, ഹെറിഡിറ്ററി. ഏയ്, ആ എണ്ണ ഞാൻ തേക്കില്ല. നല്ല കാച്ചെണ്ണ തേക്കണത്. അങ്ങനെ അവരോട് ടാറ്റ ബൈബയൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങ് പോന്നു. And on the way, I came across this wooden sculpture created by Heiko Bjorner in 2013. He says it represents the contrast between man and nature, between outer form and inner feeling, between the sharp edges and soft curves. Deep stuff. ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? കൂട്ടത്തിൽ നമുക്ക് സുപരിചിതമായ മറ്റൊരു കാര്യവും ഞാനിവിടെ കണ്ടു. കൂൺ. കഴിഞ്ഞ ദിവസത്തെ മഴയിലുണ്ടായതാവണം. ഇത് മുളച്ചു നിൽക്കുന്ന കൂണല്ല കേട്ടോ, ചെമ്മരിയാടാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ തിരിച്ചുള്ള വണ്ടി പിടിച്ചു. ഓൺ ദ വേയും കൗതുകമുളവാക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അതൊക്കെ കണ്ട് തിരിച്ച് റൂമിലെത്തിയപ്പോ ദേ റൂമിൽ ഒരാൾ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ ഇത്ര നോക്കാതിരിക്കുന്നേ? എഗെയിൻ കുതിര. മാസ്ക് മാത്രല്ല, ഉടുപ്പും കൂടി ഇട്ട കുതിര. എന്താ അല്ലേ, ജർമ്മനിയിലെ കുതിരകളുടെ ഓരോരോ ഫാഷനേ. എങ്കിൽ നീ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയും ഞാൻ എന്നാ വർക്കിന് കയറട്ടെ എന്ന് പറഞ്ഞു പോന്നപ്പോ ദേ എന്റെ പുറകെ വന്നേക്കുന്നു. അച്ഛൻ്റെ എന്നിട്ട് എനിക്കൊരു അമ്മയുടെ അച്ഛന്റെയും വാത്സല്യം കിട്ടിയിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിച്ചു കിടക്കുമ്പോ എനിക്ക് അതിന്റെ നടുവിൽ കിടന്ന് ഇങ്ങനെ കൊഞ്ചണം. വാത്സല്യം വേണം. കുറച്ച് വാത്സല്യം കൊടുത്തേക്കാന്ന് കരുതിയപ്പോ ആളിറങ്ങിപ്പോയി. പൂച്ച ഇറക്കത്തിലേക്ക് വഴുതി വീണപ്പോ ഞാൻ എന്റെ വർക്കിലേക്ക് എടുത്തു ചാടി. പിന്നെ ആസ് യൂഷ്വൽ വർക്കൊക്കെ കഴിഞ്ഞ് കുക്കിങ്ങിലോട്ട് കയറി. ആഫ്റ്റർ ദാറ്റ് സ്ട്രേറ്റ് ടു മൈ അക്കാഡമി, പ്രോബബ്ലി മൈ ചാർജിങ് സ്റ്റേഷൻ. 2 മണിക്കൂർ എന്നെ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടെങ്കിലും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഡ്രെയിൻ ഔട്ടായിട്ടായിരിക്കും ഇറങ്ങുക. ദെൻ തിരിച്ചു വന്നൊന്ന് ഫ്രഷ് ആകുമ്പോഴേക്കും വിശപ്പിൻ്റെ വിളികൾ എത്തിയിട്ടുണ്ടാവും. ഇറ്റ്സ് ഡിന്നർ ടൈം. ആൻഡ് ജർമ്മൻസിന് നമ്മൾ മലയാളികളെ പോലെ അത്താഴവും കഴിഞ്ഞ് എല്ലാവരുടെയും കൂടി ഇരുന്ന് 2 പരദൂഷണോ ഒന്നാണ്ട് കുറ്റം പറിച്ചിലോ അത്തരത്തിലുള്ള യാതൊരു നല്ല ശീലങ്ങളും ഇല്ല. ഇൻസ്റ്റഡ് ദേ ഗെറ്റ് സം സ്നാക്ക് ആൻഡ് പ്ലേ ഗെയിംസ് ടുഗെദർ.
They have thousands of different games and it's really interesting. After everything, it's time to sleep. നാളെ മുതൽ വീണ്ടും തിരക്ക് പിടിച്ചോടേണ്ടതല്ലേ, സോ ഇപ്പോൾ ഉറങ്ങണം. വാത്സല്യത്തിന് വേണ്ടി കൊതിക്കുന്ന കുഞ്ഞു ഹൃദയം അപ്പോഴും വിടാതെ എന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു.